ആ 2-2:30 ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് വിടാം. ഹൈവേ എത്തുന്നവരെ ചെറിയ ടെൻഷനുണ്ട്. 1-2 പുതിയ കോപ്പന്മാരിറങ്ങിയിട്ടുണ്ട്. വളയാനൊരു മടി. സാരമില്ല, ചെക്കിങ്ങിനെന്നും പറഞ്ഞ് ഏത് തൊപ്പി വെച്ചവൻ കൈ കാണിച്ചാലും നിർത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി വട്ടം വെച്ച ഇടിച്ച് തെറിപ്പിച്ചേക്കാനും പറഞ്ഞു. ഹൈവേ ടച്ച് ചെയ്താ പിന്നെ സേഫാ, ഫ്രീ സോൺ. ഇടയ്ക്ക് മണലടി നിന്നപ്പോൾ പോലും സുഭാഷണൻ നിയമന്മാർക്കുള്ള മാസപ്പടി മുടക്കിയിട്ടില്ല. സിയും സുഭാഷണനും ഫെവിക്കോളല്ലേ. സാറിന് പറ്റൂല്ലോ, രണ്ടിലൊന്ന് പറ, നേരം പോവാ. കിടന്ന് മൂപ്പിക്കാതടേ. ഇതെന്താ നിന്റെ അച്ചി വീടാ? വന്ന് വിളിക്കുമ്പോഴേക്ക് കൂടെ ഇറങ്ങിപ്പോരാൻ. സാറേ, എന്റെ ജീവനും ഭീഷണിയുണ്ട്. മണൽ മാഫിയ എന്ന് പറഞ്ഞ് നിവേദനം കൊടുക്കാനും പരാതി പറയാനും നിന്നാ ബോംബറിന് കൊല്ലുമെന്ന് പറഞ്ഞ് ദേ ഈ ഫോണിലോട്ട് 1 മണിക്കൂർ മുമ്പാ കോള് വന്നത്. അപ്പൊ പിന്നെ എന്തിനാടേ വേണ്ടാത്ത പണിക്ക് നിക്കണത്? ഭീഷണിക്ക് വഴങ്ങാൻ വേറെ ആളെ നോക്കണം സാറേ. അവിടുന്ന് മണലും കയറ്റി ലോറികൾ വിടും മുമ്പ് സാറിന് അവന്മാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കത് അറിഞ്ഞാൽ മതി. എനിക്ക് സൗകര്യമില്ല. നീ എന്തോ ഉണ്ടാക്കും? ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ പൗരന് മേലുദ്യോഗസ്ഥരോട് നേരിട്ട് പരാതിപ്പെടാനാ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഈ ഫോൺ നമ്പറുകൾ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. വേണ്ടാത്ത പണിക്ക് നിക്കല്ലേ. സെബാസ്റ്റ്യൻ, സർ. എന്താ തനിക്ക് വേണ്ടത്? സാറേ, മേലെ കടവിൽ കുറെ ലോറികൾ കൊണ്ടുവന്ന് മണൽ കയറ്റിക്കൊണ്ടിരിക്കുക. ഇതെന്തോടോ ഇത്? സാർ, അവന് വയറിന് തീരെ സുഖമില്ല. വിളിക്കണോ സർ? യോ, വേണ്ട വേണ്ട, വിളിച്ചിട്ട് എന്നാ? ദേ, മണൽ മാഫിയെ കുറിച്ച് വന്ന ഈ ഫീച്ചറിൽ പേരെടുത്ത് പറയുന്ന ഉദയഭാനു നേരിട്ട് നിന്നാ മണൽ ലോഡ് ചെയ്യുന്നത്. സാറിന് ഇപ്പൊ വന്ന അവന്മാരെ അറസ്റ്റ് ചെയ്യാം. ഞാൻ തന്റെ കൂടെ വരാം. അവന്മാരെ ജീപ്പ് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുപോരുകയും ചെയ്യാം. പക്ഷേ നാളെ വെളുക്ക് മുമ്പ് അവന്മാര് പുറത്തിറങ്ങും. ഇറങ്ങിയ റിസ്ക് തനിക്ക. അതിന് തയ്യാറാണെങ്കിൽ പറ, നമുക്ക് പോവാം. തയ്യാറാ സാർ. ഇല്ലെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ അർത്ഥമില്ല. ആകെ ഡ്യൂട്ടിയിൽ 3 പേര്. അതിൽ ഈ കിടക്കുന്ന ഒരുത്തിന് തൂറ്റലും. 2 അവന്മാര് ബീറ്റിന് പോയി അല്ലടോ സാർ. ആ താമ്പാ SI എന്ന് വിളിച്ച അവന്മാര് കൂടെ പോരും. ഈ കാക്കിക്ക് ആകെപ്പാടെ ഉള്ള വില അതാ. സാറേ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. ഉദയഭാനുവിന്റെ ചീഫ് സുഭാഷാ, പാറമട സുഭാഷ്. പാടോ. എന്താ സാറേ ഈ വഴി? ഓ, ഇനി കാര്യവും കാരണമൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? വാ, വന്ന് വണ്ടി കയറ്. ഇവന്മാരോട് ലോറികളെടുത്ത് സ്റ്റേഷനിലോട്ട് പോകാൻ പറ. ഇവനായിരിക്കും എനിക്കെതിരെ പരാതി എന്നത്. അതെ. അപ്പൊ പോവാം സാറേ. അങ്ങോട്ട് നീങ്ങിക്കട. ഇവൻ തലപ്പത്തോട്ട് ഫോൺ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ദൈവഭാഗ്യത്തിനാ ഞാൻ അവിടെ ചെന്നേ. എടുത്ത് കൈകാര്യം ചെയ്യടാ. സാറേ. സാറ്. എടാ, സാറാരാന്നറിയില്ലേ? ഞങ്ങളുടെ പാർട്ട്ണറാ. Take off your cap. Sir? I said, take off your cap. Sir.
ലോകത്തുള്ള എന്തിനും ഏതിനും ഒരു നേരുണ്ട്. എവിടെയോ മറഞ്ഞിരിക്കുന്ന ഒരു സത്യം. കളവിൻ്റെ, ദുരയുടെ, കൊലയുടെ തമസിനുള്ളിൽ പൊരുളിൻ്റെ കനലെറിയുന്നുണ്ട്. തുടങ്ങാം നേരിൻ്റെ നേരറിയാനുള്ള യാത്ര. ഞാൻ സംസാരിക്കാം. എൻ്റെ ഇടപെടലിലും ചില പരിമിതികളൊക്കെ ഉണ്ട്. യു നോ വാട്ട് ഹാപ്പൻ ലാസ്റ്റ് നൈറ്റ്? ആരാ? അയാളൊരു ന്യൂസൻസാ, എ ട്രബിൾ മേക്കർ. എന്ത് ആദർശം! നമ്മളിങ്ങനെ എത്ര ആൾക്കാരെ കണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവനൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ കുഴപ്പക്കാർ. ഇത് നമുക്ക് ശരിയാക്കാം. ഞാൻ വിളിക്കാം. ബൈ. നിരഞ്ജൻ സർ, ഇന്നലെ രാത്രി തൻ്റെ വക ഒരു ഷോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഐ വാസ് ട്രാവലിംഗ് ഫ്രം കണ്ണൂർ. ഇടയ്ക്ക് തന്നെ പലതവണ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ യു ആർ പെർപ്പസ്ഫുള്ളി നോട്ട് അവൈലബിൾ. ക്രിമിനലുകളെ ബലം പ്രയോഗിച്ച് പിടികൂടുന്നത് മനസ്സിലാക്കാം. കൂട്ടത്തിലൊരു SIയെയും താൻ തല്ലി ചതച്ചിട്ടുണ്ട്. യു ആർ എ പെയിൻ ഇൻ ദ ആസ്. തനിക്ക് എന്തിന്റെ ചൊറിച്ചിലാടോ? എത്രാമത്തെ തവണ ഞാൻ തന്നെ വിളിച്ചു വരുത്തി ഇങ്ങനെ ശാസിക്കുന്നത്? ബട്ട് യു നെവർ ഗിവൻ. ദിസ് ടൈം ഈസ് ആൻ ഓർഡർ. ഇന്നലെ താൻ കസ്റ്റഡിയിലെടുത്ത ഉദയഭാനുവിനെ ഉടനെ പറഞ്ഞു വിട്ടേക്കണം. നോ ആർഗ്യുമെന്റ്സ്. അയ്യോ സർ, അത് പറ്റില്ലല്ലോ. ധിക്കാരം പറയുന്നോടോ? ധിക്കാരമല്ല സർ, ഉദയഭാനുവിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു പോയി. പിന്നെ അറസ്റ്റ് നടന്നതും കേസ് രജിസ്റ്റർ ചെയ്തുമൊക്കെ മീഡിയ അറിഞ്ഞിട്ടുണ്ട്. ഇനി സാറിന്റെ വാക്കാലുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇഷ്യൂ ആൻ ഓർഡർ ഇൻ റൈറ്റിംഗ് ആൻഡ് ഐ വിൽ ഗെറ്റ് ഹിം റിലീസ്ഡ്. വലിയ നമ്പറൊന്നും വേണ്ട, പറഞ്ഞങ്ങ് ചെയ്താൽ മതി. നോ സർ, ഐ കാൺട്ട്. അത്ര പുണ്യാളനാവണ്ടോ? എത്ര മാച്ചാലും പോവാത്ത കളങ്കമുള്ളവനാ താൻ. ഹവാലക്കാരെ സഹായിച്ചതിന് തെളിവ് സഹിതം പിടിച്ച് പോലീസ് സർവീസിൽ നിന്നും പിരിച്ചയക്കപ്പെട്ട ഒരു അഴിമതിക്കാരൻ ഓഫീസറിന്റെ മകനാ താൻ. മറക്കണ്ട, ദാറ്റ്സ് യുവർ ലീനിയേജ്. ഇന്നല്ലെങ്കിൽ നാളെ താനും തന്തയുടെ വഴിയെ നടന്നു തുടങ്ങും. ആദർശം പറയുന്ന ഒരു പിഴയ്ക്കുമ്പോഴാ ഏറ്റവും വലിയ പിഴകളാവുന്നത്. ഇത് കണ്ടോ സർ, സാറ് പറഞ്ഞ അഴിമതിക്കാരന്റെ ഫോട്ടോ ആണിത്. ജീവിതത്തിൽ ഇന്ന് വരെ സർക്കാർ കൊടുക്കുന്ന ശമ്പളമല്ലാതെ ഒരു രൂപ പോലും മറ്റാരുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ലാത്തൊരു സാധു മനുഷ്യൻ. മുകളിലിരിക്കുന്നവർക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ ബലിയാടാക്കിയ ഒരു സാധാ പോലീസുകാരൻ. ആൻഡ് യു ആർ റൈറ്റ് സർ, ദിസ് ഇസ് മൈ ലീനിയേജ്, ദിസ് ഇസ് മൈ ഇൻഹെറിറ്റൻസ് ആൻഡ് ദിസ് ഇസ് മൈ മോറൽ സ്ട്രെങ്ത്. ഒരു ബ്ലാങ്ക് ചെക്കിന് വേണ്ടി എന്ത് തന്തയില്ലാത്തരം കാണിക്കാനും ഒരുമ്പെടുന്നവന്മാരുടെ നെഞ്ചാങ്കൂടിനിട്ട് കയറ്റി കൊടുക്കുമ്പോ ഒരു എക്സ്ട്രാ പവർ കിട്ടുന്നത് ഈ മുഖം ഇങ്ങനെ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ടാണ് സർ. അതിന്റെ ഒരു അഹങ്കാരം മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറക്കണം. ഇനി ഒരിക്കൽ കൂടി ഒറ്റ തവണ കൂടി എന്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരും. യു വിൽ കേഴ്സ് ദ ഡേ യു വർ ബോൺ.